Dear students, മെത്തഡോളജി ഓഫ് ലിറ്ററേച്ചറിൽ ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ചാപ്റ്റർ സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി എന്നതാണ്. ഇതിൽ അവസാനത്തെ ചാപ്റ്ററാണ്. ഇത് 2 പാർട്ടായിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ആദ്യ പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട തിയറികളിലേക്കും മറ്റൊക്കെ നമുക്ക് കിടക്കാം. ഇതിനൊരു ഇൻട്രൊഡക്ഷൻ, എന്താണ് ഇതിൽ ആദ്യം പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. The origin of Indian philosophy can be traced back to the Vedas, which are the earliest available Indian literature on record. But it is difficult to know the chronological sequence of the development of various schools of philosophy. ഇന്ത്യൻ ഫിലോസഫിയുടെ ഒറിജിൻ എന്ന് പറയുന്നത് വേദാസ് മുതലാണ്. വേദ ലിറ്ററേച്ചർ മുതലൊക്കെയാണ് ഇതിൻ്റെ ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത്. പക്ഷേ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ, കാലഗണന അനുസരിച്ചിട്ടുള്ള ഒരു ഓർഡർ നമുക്ക് കിട്ടുകയില്ല. എന്നാൽ the lack of written records, however, doesn't prevent our understanding of the various schools, because unlike many European systems of thought, the Indian schools of philosophy developed simultaneously. One did not emerge from the defects of earlier system or tried to replace the earlier system. The very important thing of Indian philosophy is that it was emerged simultaneously in different parts of the country, and one did not defect an earlier system and tried to replace the earlier system. We know that in Europe where different theories, philosophies were merged, and one philosophy outdated the other, and it devastated the other, and it modified the other. And according to chronological order, the earlier was improvised by the later, and the earlier was developed by the later. പണ്ട് യൂറോപ്യൻ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായതിന് ശേഷം വന്ന ഫിലോസഫികൾ ഇങ്ങനെ തിരുത്തി വരികയാണ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ആദ്യത്തെ പ്ലാറ്റോയുടെ തന്നെ നമുക്കെടുക്കാം. പ്ലാറ്റോ ഒരു സിദ്ധാന്തം പറഞ്ഞപ്പോൾ അതിനെ തിരുത്തുകയായിരുന്നു അരിസ്റ്റോട്ടിൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആയിരുന്നു ഒരു യൂറോപ്യൻ ഫിലോസഫിയുടെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. പക്ഷെ ഇന്ത്യൻ ഫിലോസഫി അങ്ങനെ ആയിരുന്നില്ല. വിവിധ സമയത്ത് വിവിധ സ്ഥലങ്ങളിൽ ഒരേ സമയം ഉണ്ടായിട്ടുള്ള ഫിലോസഫിയാണ് ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്നത്. അതൊരിക്കലും മറ്റൊന്നിനെ ഇല്ലായ്മ ചെയ്യുകയോ എതിർക്കുകയോ അതിനെ മോഡിഫൈ ചെയ്യുകയോ അതിനെ റീപ്ലേസ് ചെയ്യുകയോ ചെയ്തിട്ടല്ല അത് മുന്നോട്ട് വന്നിട്ടുള്ളത്. സോ വി ക്യാൻ എൻറ്റർ ടു ഇന്ത്യൻ ഫിലോസഫീസ് ബ്രോഡർ ഡിസ്ക്രിപ്ഷൻ. പീരിയഡ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് നോക്കാം. ഇന്ത്യൻ ഫിലോസഫിയുടെ പീരിയഡ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് നോക്കാം. Dr. Radhakrishnan has outlined the 4 important periods of Indian philosophy. There were 4 important periods of Indian philosophy. The first one, the Vedic and pre-Upanishad period, 1500 to BC 600 BC. This was the period of early settlement and expansion of the Aryans along the Indus Valley. Though the different schools had not yet emerged this period, so the beginning of a sublime idealism. In this period, we know that it occurred in the it is known as the it occurred in the time of early settlement of the Aryans along the Indus Valley river. ഇൻഡസ് വാലിയിൽ ആദ്യ സമയത്ത് പിന്നെ ആര്യൻസ് സെറ്റിൽ ചെയ്തു തുടങ്ങിയ ഒരു കാലത്താണ് തുടങ്ങിയിട്ടുള്ളത്. ആര്യന്മാർ നമുക്കറിയാം, ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് കുടിയേറി വന്നിട്ടുള്ള ആളുകളാണ് ഇവർ. ഏകദേശം 1500 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജനവിഭാഗങ്ങളൊക്കെ ആര്യന്മാരുടെ അനന്തരവന്മാരായിട്ടാണ് അറിയപ്പെടുന്നത്. ദസ്സികൾ എന്ന വിഭാഗം ഇന്ത്യയിലുണ്ടായിരുന്നു. അവരെ പല സ്ഥലങ്ങളിലേക്ക് നാടുകടത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഏതായാലും ഈ ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യൻ ഫിലോസഫിയുടെ നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഫിലോസഫിയുടെ ഒരു ഉയർന്നു വരവുണ്ടായിട്ടുള്ളത്. അതിനു മുമ്പ് ഇന്ത്യയിൽ ഫിലോസഫി ഉണ്ടായിരുന്നു. അതിനെ അണ്ടർമൈൻ ചെയ്തതാണ് ഒരു പോസ്റ്റ് മോഡേൺ റീഡിങ് ആ ഒരു ഘട്ടത്തിൽ വേണ്ടതാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ഇൻഡിജീനിയസ് ആയ ആളുകളുടെ, ഇവിടെ ആദ്യമേ താമസിച്ചിരുന്ന ആളുകളുടെ പിന്നെ ഫിലോസഫി എന്തായിരുന്നു എന്നൊരു റീഡിങ്ങിൻ്റെ ആവശ്യവും ഉണ്ട്. ഏതായാലും
ആദ്യം വന്നിട്ടുള്ള നമ്മൾ കണക്കാക്കപ്പെടുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ ഇതിനെ പിന്നെ ക്ലാസിഫൈ ചെയ്ത സമയത്ത് വേദിക് പീരിയഡ് എന്ന് പറയും. ഇതിൽ ഡിഫറെന്റ് സ്കൂൾസ് ഹാവ് നോട്ട് യെറ്റ് എമേർജ്ഡ് ദിസ് പീരിയഡ് സോ ദ ബിഗിനിങ് ഓഫ് സബ്ലൈം ഐഡിയലിസം. ഒരു സബ്ലൈം ഐഡിയലിസം നമുക്കതൊരു ഉദാത്തമായ പിന്നെ ഐഡിയലിസം നമുക്കിതിൽ കാണാൻ പറ്റുമെങ്കിലും ഇതിൽ പ്രത്യേകം ഓരോ ടീമിനെ നമുക്കിതിൽ കാണാൻ പറ്റില്ല. ഇന്ന ടീം എന്നുള്ള തരത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. The second time is the epic period, 600 BC to 200 AD. This was the age between the early Upanishads and the various schools. This was the age of early Upanishads and the various schools. It explored the relation between God and man. The seed of Buddhism, Jainism, Shaivism and Vaishnavism were shown in this age. This seed of Buddhism and Jainism emerged in this age, and Shaivism and Vaishnavism. We later discussed these different isms and different ranks of religion in later slides. Where these different groups emerged. We saw their seeds in this age, and this age is known as the epic period എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഉപനിഷത്തുകളുടെയൊക്കെ ആദ്യ ഘട്ടമാണിത്. BC 600 മുതൽ 200 വരെയുള്ള ഒരു കാലഘട്ടം. പ്രധാനപ്പെട്ട മതങ്ങളൊക്കെ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടം. നെക്സ്റ്റ് ദ സൂത്ര പീരിയഡ് 200 AD onwards. There was rapid growth in the literature and various schools of philosophy in the period. Brief sutras were written to record their ideas, and there were many commentaries on them. സൂത്രാസ് ഒക്കെ എഴുതി ചെറിയ സൂത്രാസ്, അതിന് കമൻട്രികളൊക്കെ വന്നിട്ടുള്ള ഒരു കാലഘട്ടം. AD 20ാം നൂറ്റാണ്ട് വരെയുള്ള AD 200 മുതലുള്ള ഒരു കാലഘട്ടമാണിത്. AD 200 മുതലുള്ള ഒരു ചെറിയ കാലഘട്ടമാണിതിൽ. കുറച്ചൊക്കെ ലിറ്ററേച്ചറിൽ വ്യത്യസ്തമായിട്ടുള്ള, ഫിലോസഫിയിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു സമയമാണ്. പിന്നെ കുറെ സ്കൂൾസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സമയമാണത്. The last one, the scholastic period from 200 AD. This period is not very distinct from the Sutra period, but it is noted for the work of renowned scholars like Kumarila, Shankara, Ramanuja, Bhaskara, Raghavendra and others. These were prominent writers who wrote in this period, and this period is also known as scholastic period. Eminent scholars emerged in this time, and they lived in this time. Their writings were shown in this age, and this is known as scholastic period. It started from 200 AD. AD 200 മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു ഏജ്. പ്രധാനപ്പെട്ട എഴുത്തുകാർ, ചിന്തകന്മാരൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണിത്. ഇതാണ് പീരിയഡ്സ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ ഇതിനെ 4 എണ്ണമായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ദ സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി. ഇന്ത്യൻ സ്കൂൾ ഓഫ് ഫിലോസഫിയെ നമുക്ക് ഒരു വളരെ ഡീപ്പായിട്ട് അവലോകനം ചെയ്യേണ്ടതുണ്ട്. ഇതിനെ 2 തരത്തിൽ തിരിക്കാം. ദ മെയിൻ സ്കൂൾസ് ഓഫ് ഫിലോസഫി ഹാവ് ബീൻ ക്ലാസിഫൈഡ് ഇൻടു 2 broad divisions. First one, the heterodox Nastika school, which do not accept the authority of the Vedas as infallible. The second one, the orthodox Astika school, which accept the authority of the Vedas. 2 തരം സ്കൂൾസ് ആണുള്ളത്. ഒന്ന്, മൊത്തം ഒരുപാട് സ്കൂളുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെ 2 കാറ്റഗറൈസ് ചെയ്യാണ്, 2 തരം സ്കൂളുകളാക്കി മാറ്റുകയാണ്. ഒന്നാമത്തേത് ഹെറ്ററോഡോക്സ് നാസ്തിക എന്ന് പറയും. ഒരു ദൈവവിശ്വാസം അല്ലാത്തൊരു ടീമാണ്. സ്കൂൾസ് വിൽ നോട്ട് അക്സെപ്റ്റ് ദ അതോറിറ്റി ഓഫ് ദ വേദാസ് ആസ് ഇൻഫാലിബിൾ. വേദങ്ങൾ വളരെ ഒരിക്കലും എതിർക്കപ്പെടാത്ത ഒരു സിദ്ധാന്തമായി അംഗീകരിക്കാൻ മടിയുള്ള ഒരു വിഭാഗം. ദ സെക്കൻഡ് ഓർത്തഡോക്സ് അസ്തിക സ്കൂൾസ് വിച്ച് അക്സെപ്റ്റ് ദ അതോറിറ്റി ഓഫ് വേദാസ്. വേദങ്ങളുടെ അതോറിറ്റിയെ സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു വിഭാഗം. ഇങ്ങനെ 2 എണ്ണമാക്കി നമുക്ക് തരം തിരിച്ചിട്ടുണ്ട്. ദ സ്കൂൾസ് ഓഫ് ബുദ്ധിസം, ചൈനീസം, മെറ്റീരിയലിസം ബിലോങ് ടു ഹെറ്ററോഡോക്സ് ഗ്രൂപ്പ്. പ്രധാനപ്പെട്ട ബുദ്ധിസം, ചൈനീസം, മെറ്റീരിയലിസം ഇത് 3ഉം ഹെറ്ററോഡോക്സ് ഗ്രൂപ്പിൽ പെട്ടതാണ്. എന്നാൽ അടുത്ത് വരുന്ന 6 ഉണ്ട്. മൊത്തം 9 ഗ്രൂപ്പുകളാണ് സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫിയിൽ നമ്മൾ പഠിക്കുന്നത്.
അതിൽ ആദ്യത്തെ മൂന്നെണ്ണം അതായത് ബുദ്ധിസം, ചൈനീസം, മെറ്റീരിയലിസം, ഇത് ഹെറ്റഡോക്സ് ഗ്രൂപ്പിൽപ്പെട്ടതാണ്. അടുത്ത ദ റിമൈനിങ് 6 സ്കൂൾസ് ആർ ഓർത്തഡോക്സ്. ഓഫ് ദീസ്, മീമാംസ ഡീൽസ് വിത്ത് ദ റിച്വലിസ്റ്റിക് aspects of Vedas, while Vedanta is concerned with the philosophic and speculative issues. The other orthodox schools, Sankhya, Yoga, Nyaya, Vaisheshika, accept the authority of Vedas but do not depend directly on them. മീമാംസ, അതേപോലെ തന്നെ മീമാംസ ഡീൽസ് വിത്ത് ദ റിച്വലിസ്റ്റിക് ആസ്പെക്ട്സ് ഓഫ് വേദാസ്. വേദങ്ങളുടെ ആചാരപരമായ കാര്യങ്ങൾ, റിച്വലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ സ്വീകരിക്കുന്നു മീമാംസ. വേദാന്ത ഈസ് കൺസേൺ വിത്ത് ദ ഫിലോസഫിക് ആൻഡ് സ്പെക്കുലേറ്റീവ് ഇഷ്യൂസ്. വേദങ്ങളുടെ ഫിലോസഫിക് കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ തത്വചിന്താപരമായിട്ടുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ് വേദാന്ത. ദ അതർ ഓർത്തഡോക്സ് സ്കൂൾസ്, സംഖ്യ, യോഗ, ന്യായ, വൈശേഷിക എന്നൊക്കെ പറയുന്ന 4 വിഭാഗം, accept the authority of the Vedas but do not depend directly on them. Even though they are accepting the authority of the Vedas, they do not directly accept them, directly depend on them എന്നാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. ഇനി നമുക്ക് നേരെ ഇതിലൊക്കെ പെട്ടിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പിന്നെ സ്കൂളുകളിലേക്ക് പ്രവേശിക്കാം. ദ ഫസ്റ്റ് വൺ, മെറ്റീരിയലിസം. വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിന്താധാരകളാണ് കേട്ടോ നമ്മൾ സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്നത്. ഇത്രയും കാലത്തിനിടയിൽ ഇന്ത്യയിലൂടെ കഴിഞ്ഞു പോയിട്ടുള്ള വ്യത്യസ്തമായ ചിന്താധാരകൾ, ഓരോ ഗ്രൂപ്പുകളാണ്, ചിന്താ ഗ്രൂപ്പുകളാണ്. അതിൽപ്പെട്ട ഒന്നാമത്താണ് മെറ്റീരിയലിസ്റ്റിക് സ്കൂൾ ഓഫ് തോട്ട്, മെറ്റീരിയലിസം. ദിസ് സ്കൂൾ, also called the Charvaka system, is named after its chief exponent Charvaka. കർവാക എന്ന് എഴുതിയെങ്കിലും ഇത് ഉച്ചരിക്കുന്നത് ചാർവാക എന്നാണ്. ചർവാക സിസ്റ്റം എന്നാണ് ഇവർ പറയുന്ന ഒരു പേര്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ലോകായത. The other name of Charvaka or materialism is Lokayata, which means philosophy of the people. Lokayata means philosophy of the people. ജനങ്ങളുടെ തത്വചിന്ത എന്ന പേരിൽ അറിയപ്പെടുന്നു. This school believes matter to be the only reality. The prime thought of this school is that matter to be only reality. Only reality is matter. പദാർത്ഥവാദം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പദാർത്ഥമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് വിചാരിക്കുന്ന ഒരു യുക്തിചിന്തയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിഭാഗമാണ് സ്കൂൾസ് ഓഫ് മെറ്റീരിയലിസം. പദാർത്ഥം, മാറ്റർ മീൻസ് പദാർത്ഥം, പദാർത്ഥത്തിനാണ് ഏറ്റവും കൂടുതൽ പിന്നെ ശക്തിയുള്ളത്, റിയാലിറ്റി, പദാർത്ഥമാണ് റിയൽ ആയുള്ളത് എന്നുള്ളൊരു വാദമാണ്. സത്താവാദവും എസെൻസ് ആൻഡ് മാറ്റർ, 2 കാര്യങ്ങളിലാണ് പരസ്പര വൈരുദ്ധ്യമുള്ളത്. സത്താവാദം എന്ന് പറയുന്നത് പിന്നെ ദൈവവിശ്വാസവുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പദാർത്ഥവാദം എന്ന് പറയുന്നത് പിന്നെ കുറച്ചും കൂടെ യുക്തി ചിന്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. It holds that all created things are formed out of the 4 eternal elements, earth, water, fire and air. They thinks that all created things are formed out of 4 elements, eternal elements, which are the earth, water, fire and air. ഈ 4 എണ്ണത്തിൽ നിന്നാണ് പിന്നെ ലോകത്ത് കാണുന്ന മുഴുവൻ വസ്തുക്കൾ ഉണ്ടായിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്നു. എർത്ത്, വാട്ടർ, ഫയർ, എയർ. ഈവൻ ദ മൈൻഡ് ആൻഡ് കോൺഷ്യസ്നസ് ആർ properties produced in the body through the combination of these elements. This says that even mind, soul and consciousness, they are also formed through the body through the combination of these elements. ഈ എലിമെന്റ്സിലൂടെയാണ് നമ്മുടെ മനസ്സ് പോലും ആത്മാവ് പോലും ഉണ്ടായിട്ടുള്ളതെന്നാണ് അവർ വിശ്വസിക്കുന്നത്. They admit only perception as the source of valid knowledge. This is that valid knowledge is perception. They admit only perception as the source of valid knowledge. ഇവരുടെയൊക്കെ നോളജ്, അറിവിൻ്റെ ഒരു വാലിഡിറ്റി അളക്കുന്ന കുറേ മെഷർമെൻറ്റുകൾ പറയുന്നുണ്ട്. ഇതിലിവർ പറയുന്നത് പെർസെപ്ഷനാണ്. പെർസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ധാരണ, എന്താ പറയുക, കാഴ്ചപ്പാട് എന്നൊക്കെ ഉള്ളതാണ്. ശരിക്കും കാഴ്ചയിലൂടെ മാത്രമേ നമുക്ക് വാലിഡ് നോളജ് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഇവരുടെ വാദം. ഒരു കണ്ടാൽ മാത്രം വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു രീതി. They do not entertain the ideas of God, soul, akasha, as this cannot be perceived through the senses. Already we discussed that they do not entertain the sense of God, ideas of God, soul, akasha, as they cannot be perceived through the senses. We cannot perceive God, we cannot see God, we cannot watch akasha, we cannot entertain our soul.
നമുക്ക് ആത്മാവിനെയോ ഗോഡിനെയോ ആകാശം മീൻസ് സ്വർഗം നരകമൊക്കെ അതിലുണ്ട് കേട്ടോ. അതൊന്നും സ്പേസ് എന്നുള്ള അർത്ഥം. അതൊന്നും കാണാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് അതില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം. They think of this world as the only reality and educate the maximum intelligence of the senses. No original work of this system has survived, and information can be gathered about it from cross references in books of other schools. They think of this world as the only reality. This team thinks that this world as the only reality. The real thing is this world, and educate the maximum intelligence of the senses. This says that we should educate the maximum intelligence of our senses. നമ്മുടെ കാഴ്ചക്കാണ് പ്രധാനം, അതിന് പ്രാധാന്യം കൊടുക്കണം എന്ന് അവർ പറഞ്ഞു. നോ ഒറിജിനൽ വർക്ക് ഓഫ് ദിസ് സിസ്റ്റം ഹാസ് സർവൈവ്ഡ്. ഇവരുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ആൻഡ് ഇൻഫർമേഷൻ ക്യാൻ ബി ഗാതേർഡ് അബൌട്ട് ഇറ്റ് ഫ്രം ക്രോസ് റെഫറൻസസ് ഇൻ ബുക്സ് ഓഫ് അതർ സ്കൂൾസ്. While we are referring the books of other schools, we could get information about them. മറ്റുള്ളവരുടെ പുസ്തകം ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവർക്ക് മറുപടി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിട്ടുണ്ട്, അവരുടെ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ, അവരെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നു. ദിസ് ഈസ് ദ ഫസ്റ്റ് ടീം, മെറ്റീരിയലിസ്റ്റിക്. ദ സെക്കൻഡ് ഈസ് ചൈന. There are some mistakes in the slides, even though we are going to Jainism. According to this theory, reality has several. We know what is Jainism. Jainism is derived by the preachings of Mahavira. മഹാവീരയുടെ ചിന്തയിൽ നിന്നാണ് പിന്നെ ജൈനിസം ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ പിന്നെ അവരുടെ ഒരുപാട് തിയറികളും സിദ്ധാന്തങ്ങളും ഒക്കെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അക്കോർഡിംഗ് ടു ദിസ് തിയറി, അവരുടെ തിയറിയുടെ പേരാണ് പിന്നെ തിയറീസ് ആസ്. അവരുടെ തിയറികളെ മൊത്തം നമ്മൾ ശാദവധ ഓർ ദ തിയറി ഓഫ് ദ റിലേറ്റിവിറ്റി നോളജ് എന്ന പേരിലാണ് അവരുടെ മൊത്തം തിയറികളെ നമ്മൾ അറിയപ്പെടുന്നത്, ശാദവധ. അക്കോർഡിംഗ് ടു ദിസ് തിയറി, റിയാലിറ്റി ഹാസ് സെവറൽ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ നോളജ് ബീങ് ലിമിറ്റഡ്. വി കനോട്ട് comprehend them all. According to this theory, reality has several aspects, and human knowledge being limited, we cannot comprehend them all. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ തിയറി അനുസരിച്ചിട്ട് ജൈനിസത്തിന്റെ ഈ ഒരു ശാദവധ തിയറി അനുസരിച്ച്, I do not know how to pronounce this word. It is a Sanskrit word. ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം എന്നുള്ളത് എനിക്ക് കൃത്യമായി അറിയില്ല. പക്ഷേ ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് തിയറി ഓഫ് റിലേറ്റിവിറ്റി ഓഫ് നോളജ് ആണ്. അക്കോർഡിംഗ് ടു ദിസ് തിയറി, റിയാലിറ്റി ഹാസ് സെവറൽ ആസ്പെക്ട്സ്. റിയാലിറ്റി എന്ന് പറയുന്നത് വിവിധ തരത്തിലാണ്. ആൻഡ് ഹ്യൂമൻ നോളജ് ബീങ് ലിമിറ്റഡ്. മനുഷ്യൻ്റെ അറിവെന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. വി കനോട്ട് കോംപ്രിഹെൻഡ് ദം ആൾ. എല്ലാ റിയാലിറ്റിയുടെ വിവിധ ആസ്പെക്റ്റുകളെയും മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. Therefore, our judgment will always be relative. അതുകൊണ്ട് തന്നെ നമ്മുടെ ജഡ്ജ്മെന്റും റിലേറ്റീവ് ആയിരിക്കും. Another theory they used was, and first one is relativity of the knowledge. Relativity of the knowledge means the reality has different aspects, and our knowledge is limited, and we cannot comprehend them all. And if we are saying something, it is relatively true to us, and for others it may be false. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയാണ്, കാരണം നമ്മുടെ അറിവനുസരിച്ച്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം തെറ്റായിരിക്കാം അവരുടെ അറിവനുസരിച്ച്. ഇങ്ങനെയുള്ള ഒരു തിയറിയാണ് തിയറി ഓഫ് റിലേറ്റിവിറ്റി ഓഫ് നോളജ് എന്ന് പറയുന്നത്. അവിടെ സ്ലൈഡിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അതിൽ പ്രത്യേകിച്ച് പിന്നെ ഈ സ്ലൈഡിൻ്റെ ഒരു ബാക്കി ഭാഗം നിങ്ങൾ പിന്നെ പുസ്തകത്തിൽ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പുസ്തകം കൂടെ ഇത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. Therefore, our judgment will always be relative. Another theory they used was that Anekantavada, the theory of manyness of reality. Aneganandavada means, or the theory of manyness of reality. ഒരുപാട് റിയാലിറ്റി ഉണ്ട് എന്നുള്ള വാദം.
This theory says that reality is permanent with respect to the substance, but qualities are ever changing and perishable. And according to this reality, according to this theory, reality is permanent, but with respect to suspense, but qualities are ever changing and perishable. But the qualities of this reality is ever changeable and perishable. റിയാലിറ്റി എന്നാൽ അതിൻ്റെ സബ്സ്റ്റൻസിൽ അതിൻ്റെ സത്ത എടുത്ത് നോക്കുന്ന സമയത്ത് ഒന്നുള്ളൂ. റിയാലിറ്റി എപ്പോഴും ഒന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൻ്റെ ക്വാളിറ്റീസ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വാദം, അത് പെരിഷബിൾ ആണ്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാദം. അപ്പോൾ മെനിനെസ് ഓഫ് റിയാലിറ്റി, നേരത്തെ നമ്മൾ പറഞ്ഞ റിലേറ്റിവിറ്റി ഓഫ് നോളജ് ആണ്, ഇവിടെ മെനിനെസ് ഓഫ് റിയാലിറ്റി ആണ്. അനേകാനന്ദവാദ എന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നത് ശാദവത വാദ എന്നുള്ള ഒരു ഇതായിരുന്നു, ശാദവത. ഇങ്ങനെ രണ്ട് ഇതാണ്. This theory says the reality is permanent with respect to the substance, but reality qualities are ever changing and perishable. The Jaina schools divides all substance into souls jiva and non-souls ajiva, and both are separately real. They divides all substance into jiva and ajiva. Jaina school of thought divides substances into jiva and ajiva. ജീവ അജീവ എന്നീ രണ്ട് തരത്തിലേക്ക് സത്തയെ, ലോകത്തുള്ള സത്തയെ അവർ തരംതിരിക്കുന്നു, വസ്തുക്കൾ അവർ തരംതിരിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. ജീവ ബോത്ത് ആർ സെപ്പറേറ്റ്ലി റിയൽ, ഇതിനൊക്കെ കൃത്യമായിട്ട് ഓരോന്നായി നിലനിൽക്കുന്നതാണ്. അജീവ ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു കാല, ആകാശ, ധർമ്മ, അധർമ്മ ആൻഡ് പുദ്ഗല. അജീവയെ അവർ വീണ്ടും തരംതിരിക്കുന്നു. ഒന്ന് കാല ടൈം, ആകാശ സ്പേസ്, ധർമ്മ മോഷൻ, അധർമ്മ റെസ്റ്റ് ആൻഡ് പുത്കല മാറ്റർ. ഇങ്ങനെ അവർ വീണ്ടും തരംതിരിക്കുന്നു. They believe that all living things have a soul which is a bondage due to ignorance. അവരുടെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ all living things have a soul which is in bondage due to ignorance. എല്ലാ ജീവികൾക്കും ഒരു സോൾ ഉണ്ട്, which is in bondage due to ignorance. പലപ്പോഴും നമുക്കതിനെ അറിവില്ലായ്മ കൊണ്ട് കണ്ടെത്താൻ പറ്റുകയില്ല. കർമ്മ binds the soul to the body with matter. കർമ്മ binds the soul to the body with matter. മാറ്ററുമായിട്ട് ബോഡിയെ ബന്ധിപ്പിക്കുന്നത് കർമ്മയാണ്. Right faith, knowledge and conduct will lead to liberation through the separation of the soul from the matter. ഇപ്പോൾ മാറ്ററുമായിട്ട് ബോഡി ബന്ധപ്പെട്ടിരിക്കുന്നതിനൊരു കാരണം സോളാണ്. അപ്പോൾ പിന്നെ നമ്മുടെ റൈറ്റ് ഫെയ്ത്ത്, നോളജ്, കണ്ടക്റ്റ്, നല്ല സ്വഭാവം, നല്ല അറിവ്, നല്ല സ്വഭാവം, നല്ല വിശ്വാസം, ഇതൊക്കെ നമ്മളെ സോളിനെ മാറ്ററിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്നു, പദാർത്ഥത്തിൽ നിന്നും നമ്മുടെ ആത്മാവിനെ ലിബറേറ്റ് ചെയ്യുന്നു. They have five disciplines: non-violence, truth, system of discipline, stealings, abstinence, renunciation. There are some mistakes in the slide. I will give you more details while you are I will give you more details about this. They have 5 thoughts: truth, non-violence, system of discipline, stealing, abstinence and renunciation. So അപ്പോൾ ജൈനിസത്തിൽ ഞാൻ സ്ലൈഡിൽ ചെറിയ തിരുത്ത് വരുത്തിയിട്ടുണ്ട്. They have 5-fold system of discipline or 5 vows, that is non-violence, truth, non-stealing, abstinence and renunciation.
ഇതിൽ അവർക്ക് പിന്നെ 5 ഡിസിപ്ലിൻ ആണുള്ളത്. ഒന്ന് നോൺ വയലൻസ് ആണ്, ട്രൂത്ത് ആണ്, നോൺ
നോൺ സ്റ്റീലിംഗ് ആണ്. നോൺ സ്റ്റീലിംഗ് ഇപ്പോൾ നമുക്കറിയാം, നോൺ വയലൻസ് അറിയാം, ട്രൂത്ത് അറിയാം, പിന്നെ സത്യം പറയുക, അക്രമമില്ലാതിരിക്കുക, നോൺ സ്റ്റീലിങ്. അബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ മാറി നിൽക്കുക അല്ല, പിന്നെ എന്താ പറയുക, നമ്മളതിന് സാധാരണ നമ്മളതിനൊരു വാക്ക് പറയലുണ്ടല്ലോ, പിന്നെ ബ്രഹ്മചര്യം. ആൻഡ് റിനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ മോക്ഷം. ഇതൊക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട തിയറികളാണ്. ജൈനിസം ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ് ബട്ട് ഈസ് ഹൈലി എത്തിക്കൽ. ഇത് ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്, നമുക്കറിയാം ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല ജൈനമതത്തിന്. അപ്പോൾ ദീസ് ആർ ദ മെയിൻ തിയറീസ് ഓഫ് ജൈനിസം. Then we are entering to second one, Buddhism. What is Buddhism? Buddhism, although Buddha preached orally, his three central doctrines have been well preserved. The first of these concerns the Four Noble Truths, which are that there is misery in the world, that there is a cause of misery, that there it is liberation from misery, and that there is a path leading to liberation from misery. ഇത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ബുദ്ധൻ്റെ പ്രീച്ചിങ്സ് ആണ് പിന്നെ ബുദ്ധിസത്തിൻ്റെ ഡോക്ട്രിൻസ് ആയി കരുതുന്നത്. എല്ലാ തിയറികളൊക്കെ അതിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഫോൾ നോബിൾ ട്രൂത്ത് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതെന്താണെന്നറിയോ? ലോകത്ത് മിസറി ഉണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. അതിനൊരു കാരണമുണ്ട്. ഒന്നാമത്തെ അതാണ്, ദാറ്റ് ദർ ഈസ് മിസറി ഇൻ ദ വേൾഡ്. ലോകത്ത് കഷ്ടപ്പാടുണ്ട്. സെക്കൻഡ് വൺ, ദാറ്റ് ദർ ഈസ് എ കോസ് ഓഫ് മിസറി. മിസറിക്ക് ഒരു കാരണമുണ്ട്. ദാറ്റ് ദർ ഇറ്റ് ഈസ് ലിബറേഷൻ ഫ്രം മിസറി. മിസറിയിൽ നിന്നുള്ള ഒരു ലിബറേഷൻ, ഒരു മോചനമുണ്ട്. ആൻഡ് ദാറ്റ് ദർ ഈസ് എ പാത്ത് ലീഡിങ് ടു ലിബറേഷൻ ഫ്രം മിസറി. മിസറിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫോർ നോബിൾ ട്രൂത്ത് എന്ന് പറയുന്നത്. കഷ്ടപ്പാടുകൾ, മിസറീസ് ഉണ്ട്, അതിൽ നിന്ന് പിന്നെ മിസറീസ് ലോകത്തുണ്ട്, അതിനൊരു കാരണമുണ്ട്, അതിൽ നിന്നുള്ളൊരു മോചനമുണ്ട്, ആ മോചനത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയുണ്ട്. The second doctrine is that dependent origination, which says that everything in this world arises depending on a cause and is therefore not permanent. Thus suffering results from ignorance, which leads to the endless cycle of births and deaths. Only knowledge can break this cycle and lead to liberation. The third doctrine is called the Eightfold Noble Path of Liberation. The second doctrine is that of dependent origination, which says that everything in this world arises depending on a cause. രണ്ടാമത്തെന്ന് പറഞ്ഞത് കോസ് ആണ്, എല്ലാത്തിനും ഒരു കാരണമുണ്ട്. ആൻഡ് ഈസ് therefore not permanent. അതുകൊണ്ട് തന്നെ പെർമനന്റ് അല്ല. വെൻ ദ കോസ് ഈസ് എന്താ പറയുക, അതില്ലാതായി തീർന്നാൽ, if there is no cause, the thing not existed, the problem is not existed. അപ്പോൾ കോസ് ആണ് പ്രധാന കാരണം. ആ കോസ് ഇല്ലെങ്കിൽ അതില്ല. ഒരു കാരണം ഉണ്ട് എല്ലാത്തിനും. ആ കാരണം ഉണ്ടാവുമ്പോഴേ അതുള്ളൂ. അതുകൊണ്ട് തന്നെ പെർമനന്റ് അല്ല. The suffering result from ignorance, which leads to the endless cycle of birth and death. The suffering results from ignorance, which leads to the endless cycle of birth and death. ഇപ്പോൾ നമ്മൾ നോക്കുക, കൊറോണ വൈറസിനെ കൊണ്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. COVID-19 പാൻഡമിക് കൊണ്ട് തന്നെ നമ്മൾ ഓൺലൈനിൽ ക്ലാസ് കണ്ടിരിക്കുന്നു. ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് നമ്മൾ എത്തിപ്പെടാനുണ്ടായ ഒരു സാഹചര്യം, നമുക്കൊരു കാരണമുണ്ട്. ആ കാരണം ഇല്ലെങ്കിൽ അതില്ല. Only knowledge can break this cycle and lead to liberation. അറിവ് കൊണ്ടും ജ്ഞാനം കൊണ്ടുമാണ് നമുക്ക് ലിബറേഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. The third doctrine is called Eightfold Noble Path of Liberation. മൂന്നാമത്തത് Eightfold Noble Path of Liberation. ലിബറേഷൻ എന്ത് നമ്മൾ പറഞ്ഞല്ലോ. ലിബറേഷനിലേക്ക് എത്തിപ്പെടാനുള്ള 8 അദ്ദേഹത്തിൻ്റെ മാർഗങ്ങളാണ്. അതിനെ പിന്നെ എന്താ പറയുക, Eightfold Noble Paths, 8 മാർഗങ്ങളുണ്ട്. The 8 steps prescribed by this doctrine are right views, right determination, right speech, right contact, right livelihood, right endeavor, right mindfulness and right concentration. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. Eightfold thought എന്താന്നുള്ളത്, Eightfold Path of Liberation എന്താന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ബുദ്ധിസത്തിലെ.
അത് ചോദിക്കുകയും ചെയ്തു. അതൊന്ന് റൈറ്റ് വ്യൂസ്, ശരിയായ വിശ്വാസം, റൈറ്റ് ഡിറ്റർമിനേഷൻ, ശരിയായ തീരുമാനം, റൈറ്റ് സ്പീച്ച്, ശരിയായ സംസാരം, റൈറ്റ് കണ്ടക്ട്, ശരിയായ സ്വഭാവം, റൈറ്റ് ലിവ്ലിഹുഡ്, ശരിയായ ജീവിതം, റൈറ്റ് എൻഡിവേർഡ്, ശരിയായ പരിശ്രമങ്ങൾ, റൈറ്റ് മൈൻഡ്ഫുൾനെസ്, ശരിയായ മനസ്സിൻ്റെ അവസ്ഥ, ആൻഡ് റൈറ്റ് കോൺസെൻട്രേഷൻ, ശരിയായ മനുഷ്യൻ്റെ മാനസിക കേന്ദ്രീകരണം. And Buddhism believes in perception and inference as the source of valid knowledge. Buddhism also believed in perception. കാഴ്ചയിൽ കണ്ടത് മാത്രം വിശ്വസിച്ചാൽ മതി എന്ന് തന്നെയാണ് ബുദ്ധിസത്തിൻ്റെയും ഒരു 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 പിന്നെ തിയറി. And they also believe in inference as the source of valid knowledge. വാലിഡ് നോളജിന്റെ സോഴ്സ് ആയിട്ട് ഇൻഫറൻസിന് അവർ കരുതുകയുണ്ട്. എന്താ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ, രണ്ട് ബേസ് നമ്മൾ കൊണ്ടുവന്ന് രണ്ട് പിന്നെ പ്രധാനപ്പെട്ട രണ്ട് ചിന്തകൾ, രണ്ട് ബേസ് കൊണ്ടുവന്ന് നമ്മൾ ബേസ് എന്നാണ് പറയുക. ആ ബേസിൽ നിന്ന് കൊണ്ട് തന്നെ ഒരു ഇൻഫറൻസ് ഉണ്ടാകുക. രണ്ട് വാചകങ്ങൾ പറയുന്നു, ആ വാചകത്തിൽ നിന്ന് മൂന്നാമത്തെ വാചകത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻഫറൻസ് എന്ന് പറയുക. രണ്ട് ചിന്തകളിൽ നിന്ന് മൂന്നാമത്തെ ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻഫറൻസ് എന്ന് പറയുക. അങ്ങനെ ഒന്നുണ്ടായെങ്കിൽ മറ്റതും ഉണ്ടാകും, ഒന്നുണ്ടായത് കൊണ്ട് മറ്റതുണ്ടാകും എന്നുള്ള ചിന്തയിലേക്ക് എത്തിപ്പെടുന്നതിനാണ് ഇൻഫറൻസ് എന്ന് പറയുക. അത് വാലിഡ് നോളജ് ആയിട്ട്, അങ്ങനെ കണ്ടെത്തുന്നതിൽ വാലിഡ് നോളജിൻ്റെ കണ്ടെത്തുന്നത് വാലിഡ് നോളജ് ആയിട്ട് കരുതാൻ അവർ തയ്യാറായി. ദിസ് സ്കൂൾ സ്പ്ലിറ്റ് ഇൻ ടു മെനി കാറ്റഗറീസ്. ഇനി അതിൻ്റെ വിവിധങ്ങളായ സ്കൂൾ ഓഫ് തോട്ടുകളെ കുറിച്ചിട്ടാണ്. ഇതിലെ ബുദ്ധിസത്തിൽ തന്നെ വിവിധങ്ങളായ തോട്ട്. ഹീനയാന, മഹായാന ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് among them. Buddha recommended avoiding extremes and following the middle path of knowledge, enlightenment, and nirvana or liberation. He recommended middle path. He recommended avoiding extreme thoughts. Extremism is not valid in Buddhism. എല്ലാം ഒരുപാട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വല്ലത്തിനും പരമാവധിയിലേക്ക് എത്തുക എന്നുള്ളതിന് അദ്ദേഹം എതിർത്തു. പകരം മിഡിൽ പാത്ത് ഓഫ് നോളജ്, മിഡിൽ പാത്ത് ടു എൻലൈറ്റ്മെന്റ്, നിർവാണ ഓർ ലിബറേഷൻ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രീച്ചിങ്സ്. അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞു അടുത്തതിലേക്ക് പോകുന്നു. ന്യായ സ്കൂൾ. ദിസ് വാസ് ഫൗണ്ടഡ് ബൈ ഗൗതമ ആൻഡ് ഈസ് allied to Vaisheshika school, differing only in few features. While Vaisheshika deals with metaphysics, the Nyaya school deals with the epistemological and logical aspects. ന്യായ എന്ന് പറഞ്ഞാൽ, ന്യായം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ന്യായം പറയാമല്ലോ. ദിസ് വാസ് ഫൗണ്ട് ബൈ ഗൗതമ. ഇത് ഫൗണ്ട് ചെയ്തിട്ടുള്ള ഗൗതമയാണ് പ്രധാനമായും ചിന്തിക്കുക. ഇതിന് വൈശേഷിക സ്കൂളുമായിട്ട് നല്ല ബന്ധമുണ്ട്. വൈശേഷിക സ്കൂൾ എന്താ നമ്മൾ എടുത്ത് പറയുന്നു. വൈൽ വൈശേഷിക ഡീൽസ് വിത്ത് മെറ്റാഫിസിക്സ്, വൈശേഷിക അഭൗതിക കാര്യങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ന്യായ സ്കൂൾ ഡീൽസ് വിത്ത് എപ്പിസ്റ്റമോളജിക്കൽ ആൻഡ് ലോജിക്കൽ ആസ്പെക്ട്സ്, അത് അറിവുൽപാദനവും അതേപോലെ തന്നെ ലോജിക്കൽ ആസ്പെക്ട്സ്, എന്താ പറയുക, ലോജിക്കുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദ ന്യായ സ്കൂൾ ബിലീവ്സ് ഇൻ atomistic pluralism and logical realism. They hold that the soul is in bondage due to ignorance and liberation is attained through knowledge. Atomistic pluralism അവർ ഒരു തിയറിയാണ്. വ്യത്യസ്തമായിട്ടുള്ള ചിന്താധാരകളും ഒക്കെ നിലനിൽക്കുന്നുവെന്നും സത്യങ്ങൾ, റിയാലിറ്റീസ് വ്യത്യസ്തമായി നിലനിൽക്കുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ അങ്ങനെയുള്ളൊരു വാദമാണ്. അതിൻ്റെ ഒരു ചെറിയ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ലോജിക്കൽ റിയലിസം, ലോജിക്കിനെ റിയൽ ആയിട്ട് കാണുന്ന ലോജിക്കൽ റിയലിസം. They hold that the soul is in bondage due to ignorance and liberation is, നമ്മുടെ സോൾ അജ്ഞത കാരണത്താൽ ബന്ധിതമാണ്. and liberation is attained through knowledge. നമ്മുടെ ആത്മാവ് അറിവില്ലായ്മ കൊണ്ട്, എന്തൊക്കെയോ കാരണത്താൽ അറിവില്ലായ്മ കൊണ്ട് ബന്ധനസ്ഥനാണ്, ബന്ധനസ്ഥനായിരിക്കുകയാണ്. അറിവ് ലഭിക്കുന്നതോട് കൂടിയിട്ട് നമുക്കതിൽ നിന്ന് മോചനം ലഭിക്കും എന്നൊരു വിശ്വാസമാണ്. The four ways of acquiring knowledge are perception, inference, comparison and testimony. ഇവരുടെ ways of acquiring knowledge ആണ് perception, കാണുക, inference, comparison, testimony, സാക്ഷ്യപ്പെടുത്തൽ. The whole universe is real and is reduced to 16 categories. This school believes in the existence of God as the efficient cause of the universe.
they believed in God. Their thought is that the efficient cause of the universe is God. ഈ ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ടീമാണ് ഇവർ. ഇതാണ് ന്യായ സ്കൂൾ. ഉണ്ടാക്കിയിട്ടുള്ളത് ഗൗതമയാണ്. നെക്സ്റ്റ്, വൈശേഷിക സ്കൂൾ. ദിസ് വാസ് ഫൗണ്ടഡ് ബൈ Kanada, and it shares many of its ideas with Nyaya school. Already we discussed. They also believe that right knowledge of reality will liberate the soul. They think that right knowledge of reality will liberate the soul. Right knowledge will liberate the soul. They classified the universe into 7 categories. ലോകം 7 തരത്തിലുണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സബ്സ്റ്റൻസ്, ക്വാളിറ്റി, ആക്ഷൻ, ജനറാലിറ്റി, പർട്ടിക്കുലാരിറ്റി, ഇൻഹെറൻസ് ആൻഡ് നോൺ എക്സിസ്റ്റൻസ്. നമ്മളിങ്ങനെ അർത്ഥം പറയാണ്. സബ്സ്റ്റൻസ്, സത്ത, ക്വാളിറ്റി, അതിൻ്റെ സ്വഭാവം, എന്താ പറയുക, ആക്ഷൻ, അതിനൊക്കെ എങ്ങനെ അർത്ഥം എന്നുള്ള, ജനറാലിറ്റി, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, പെർട്ടിക്കുലാരിറ്റി, പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻഹെറൻസ്, പിന്നെ നമ്മൾ എന്താ പറയുക, അന്തർലീനമായിട്ടുള്ള കാര്യങ്ങൾ, ആൻഡ് നോൺ എക്സിസ്റ്റൻസ്, പുറത്ത് കാണാത്ത നോൺ എക്സിസ്റ്റൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ. They consider the mind as atomic but the soul as eternal. Atomic, mind is eternal and soul is eternal. Atomic means which has essence, which has matter എന്നുള്ളതാണ് മൈൻഡ്. But the soul is eternal. And they accept perception and inference as the source of valid knowledge. Perception and inference ആണ് source of knowledge ആയിട്ട് ഇവർ കാണുന്നത്. സംഖ്യ, school of Sankhya. This school of dualistic realism was founded by Kapila. It believes in the existence of 2 mutually independent ultimate realities, that is Prakriti and Purusha. Dualistic realism എന്നാണ് പറയുക. 2 ദ്വന്ദ്വ എന്ന് പറയും. dualistic realism 2 എണ്ണമുണ്ട്. അതിലൊന്ന് എന്ന് പറഞ്ഞാൽ പ്രകൃതി, രണ്ടാമത്തെ പുരുഷ. Of this, Purusha is the essentially conscious, intelligent, eternal self, which is a witness to the changes of Prakriti but not subject to change. Purusha എന്ന് പറഞ്ഞാൽ എന്താണ്? essentially conscious, ബോധമുള്ള, intelligent, eternal self, എന്നെന്നും നിലനിൽക്കുന്ന സെൽഫ്, which is a witness to the change of Prakriti. പ്രകൃതിയുടെ മാറ്റത്തിന് സാക്ഷിയാകുന്നതാണ് പുരുഷ. ആൻഡ് ബട്ട് നോട്ട് സബ്ജക്ട് ടു ചേഞ്ച്, എന്നൊന്നും മാറാതെ, ഒരിക്കലും മാറാതെ മറ്റുള്ളതിൻ്റെ മാറ്റത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇൻ്റലിജൻ്റായ, കോൺഷ്യസ് ആയ ഒന്നിനെയാണ് നമ്മൾ പുരുഷ എന്ന് പറയാം. ആൻഡ് പ്രകൃതി ഓൺ ദ അതർ ഹാൻഡ് ഈസ് അൺകോൺഷ്യസ്, എറ്റേണൽ ആൻഡ് എവർ ചേഞ്ചിങ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 ഗുണാസ് ഓഫ് സത്വ, രാജാസ് ആൻഡ് തമാസ്, which are held in perfect balance at the beginning of creation. This equilibrium in Prakriti is distributed by the meanness of Purusha, and the 3 gunas combine with each other in different proportions, giving rise to the created world. അപ്പോൾ it is unconscious. It consists of 3 gunas of sattva, rajas and tamas എന്നുള്ള 3 ഗുണങ്ങൾ അതിനുണ്ട്. which are held in perfect balance at the beginning of creation. Perfect balance ക്രിയേഷൻ്റെ സമയത്ത് അതിലുണ്ടായിട്ടുണ്ട്. This equilibrium in Prakriti is distributed by the nearness of Purusha. ഇത് നമ്മുടെ ശരീരത്തിലെ ഈ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നത് പുരുഷ നിലനിൽക്കുന്നത് കൊണ്ടാണ്. പ്രകൃതിയിൽ ഈ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നത് പുരുഷ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ആൻഡ് 3 gunas combine with each other in different proportions, giving rise to the created world. ഈ ലോകത്തിന് പിന്നെ ഒരു ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻസിൽ ഇത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ 3 gunas combine with each other in different proportions, giving rise to the created world. Sankhya's believes in the validity of perception, inference, testimony as the means of knowledge. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇൻഫറൻസ്, പെർസെപ്ഷൻ, ടെസ്റ്റിമണി, ഇത് 3ഉം സോഴ്സ് ഓഫ് നോളജ് ആണ്. The school of orthodox but probably is atheistic. ഇതൊരു ഓർത്തഡോക്സ് ആണെങ്കിലും കുറച്ചൊക്കെ അത്തീസ്റ്റിക്കുമാണ്. They think of earthly life as painful. Knowledge of between the self and the non-distinction self leads one to the path of liberation
which is achieved through the spiritual training gained by the practice of yoga. ഇവരുടെ അഭിപ്രായത്തിൽ സെൽഫ് അതേപോലെ തന്നെ സെൽഫ് അല്ലാത്തതിനെയും സെൽഫിനെയും തമ്മിലുള്ള ഒരു വിവരം, ഒരു നോളജ് നമുക്ക് ഉണ്ടാകുന്നതോടുകൂടി, ആത്മാവ് എന്ന് പറയാം, നമുക്ക് ആത്മാവല്ലാത്തത്, ഇവ തമ്മിലുള്ള ഒരു ഇതൊക്കെ എന്തൊക്കെ സെൽഫാണ്, എന്തൊക്കെ സെൽഫ് അല്ല എന്ന ഒരു വിവരം നമുക്ക് ലഭിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ ലിബറേഷൻ ഉണ്ടാകുമെന്നും, അത് ഒരു സ്പിരിച്വൽ ട്രെയിനിങ്ങിലൂടെ, യോഗ അടക്കമുള്ള സ്പിരിച്വൽ ട്രെയിനിങ്ങിലൂടെയാണ് നമ്മൾ ഇത് നേടിയെടുക്കുക എന്നാണ് സംഖ്യക്കാർ പറയുന്നത്. നെക്സ്റ്റ്, യോഗ. ദിസ് സ്കൂൾ വാസ് ഫൗണ്ടഡ് ബൈ പതഞ്ജലി and is closely allied to Sankhya. While Sankhya school is theoretical, yoga is practical. This was founded by Patanjali, and this school is also allied to Sankhya. സംഖ്യയോട് വളരെ അടുപ്പമുള്ള ഒന്നാണ് യോഗ. And while Sankhya is theoretical, yoga is practical. That is the difference between them. Yoga school educates discriminative knowledge of or viveka jnana, which is necessary for liberation and can be attained through the practice of yoga. They says that discriminatory knowledge is essential for men to liberate, for human being to liberate, as said by Sankhya. Sankhya also said that discriminatory knowledge, discrimination between self and other self, is very necessary for them to liberate themselves. ആളുകൾക്ക് ഏറ്റവും നല്ലത് ഡിസ്ക്രിമിനേറ്റീവ് നോളജ്, വിവേകജ്ഞാനം ഉണ്ടായിരിക്കണം അവർക്ക് ലിബറേഷനിലേക്ക് എത്താനെന്നാണ് പറയുന്നത്. എന്നാൽ യോഗക്കാർ പറഞ്ഞത് ഇത് തന്നെയാണ് അവർ പറയുന്നത് സംഖ്യക്കാരെ പോലെ തന്നെ. പക്ഷെ ഇറ്റ് ഈസ് അറ്റൈൻഡ് ബൈ യോഗ. ഇറ്റ്സ് എയിം സിത്ത വിത്രിനോർത്ഥ or the cessation of is all mental functions through which the soul can be liberated from the bondage. The cessation of all mental functions, നമ്മുടെ എല്ലാ മാനസികമായിട്ടുള്ള ചിന്തകളെയും നമ്മൾ കുറച്ചു നേരം നിർത്തിവെക്കുക. ചിത്ര വൃത്തി നിരോധ എന്നാണ് കേട്ടോ. ചിത്ത വൃത്തി നിരോധ, നമ്മുടെ എല്ലാ തരത്തിലുള്ള ചിന്തകളെയും നിർത്തിവെക്കുക. എന്നിട്ട് which the soul can be liberated from bondage. There are 8 steps prescribed for the practice of yoga, which will lead to internal and external cleansing, self-discipline and meditation. പ്രയാസങ്ങളിൽ നിന്ന് മാറാനും സെൽഫ് ഡിസിപ്ലിൻ നേടാനും മെഡിറ്റേഷനിലേക്കൊക്കെ എത്താനൊക്കെ നമ്മളെ സഹായിക്കുന്ന 8 സ്റ്റെപ്പുകളുണ്ട്. These steps are yama or restraint, niyama or discipline, asana or postures, pranayama or breathing exercise, pratyahara or withdrawal of senses, dharana or attention, dhyana or meditation, and samadhi or concentration. ഓരോന്നാണ്. അതിൽ പ്രധാനമായി റെസ്ട്രെയിൻറ്റ്, മാറി നിൽക്കുക, ഡിസിപ്ലിൻ, postures, breathing exercise, withdrawal of senses, attention, meditation, concentration. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട 8 യോഗയുടെ സ്റ്റെപ്പുകൾ. The discipline of yama indicates the ethical nature of the school which accepted the existence of God. ഈ യാമ എന്ന് പറയുന്ന റെസ്ട്രെയിൻറ്റ് indicates the ethical nature of this school which accepted the existence of God. ദൈവത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ സൂചിപ്പിക്കുന്ന, നമ്മൾ കുറേ കാര്യങ്ങളിൽ നിന്ന് റെസ്ട്രെയിൻഡ് ആയിട്ട് നിൽക്കണം, മാറി നിൽക്കുക, തിന്മകളിൽ നിന്നൊക്കെ മാറി നിൽക്കണം എന്നുള്ള ആ ഒരു ചിന്തയാണ് നമ്മളെ ദൈവവിശ്വാസത്തിലേക്ക് എത്തിക്കുന്നത് എന്നതാണ്. നെക്സ്റ്റ് വൺ, മീമാംസ. The main aim of this school, founded by Jaimini, was to provide reasons in defense of the rituals prescribed by the Vedas. They claimed that Vedas are self-existing, eternal, and infallible. Mimamsa says that the rituals in Vedas are self-existing, eternal, and infallible. വേദങ്ങളിലുള്ള റിച്വൽസിനെയൊക്കെ അതിൻ്റെ റീസൺസ് കണ്ടെത്താൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഉള്ള യുക്തി ചിന്തയൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ചിന്താധാരയാണ്, പഠനശാഖയാണ് മീമാംസ. According to them,
When the rituals prescribed in the Vedas are performed in a disinterested way, the person's karmas are destroyed and this leads to liberation. നമുക്ക് വേദങ്ങളിലുള്ള എല്ലാ കർമ്മങ്ങളും ഇഷ്ടമില്ലാതെ ഡിസിൻട്രസ്റ്റഡ് വേ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ നശിച്ചു പോകുമെന്നും അത് നമുക്ക് ആൻഡ് ദിസ് ലീഡ്സ് ടു ലിബറേഷൻ എന്നുള്ളതാണ്. സോറി, നമ്മൾ അക്കോർഡിംഗ് ടു ദ റിച്വൽസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ വേദാസ് ആർ പെർഫോം ഇൻ എ ഡിസിൻട്രസ്റ്റഡ് വേ, the person's karmas are destroyed and this leads to liberation. This school accepts the reality of the physical world and of the souls which are immortal. നമ്മൾ ഇഷ്ടമില്ലാതെയും ഇതിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലിബറേഷൻ ലഭിക്കും എന്നാണ് ഇതിലൂടെ പറയുന്നത്. While the Prabhakara school of Mimamsa accepts the validity of perception, inference, comparison, testimony, and postulation as means of knowledge, the Kumarila school adds non-halls and Kumarila school adds non-cognition also to this list, and there is no space for God in this school which holds the liberation is cessation of suffering. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ സ്കൂളിൽ പ്രഭാകര സ്കൂൾ പറയുന്നത് പിന്നെ പെർസെപ്ഷൻ, ഇൻഫ്ലുവൻസ്, കമ്പാരിസൺ, ടെസ്റ്റിമണി, പോസ്റ്റുലേഷൻ ഇതൊക്കെയാണ് മീൻസ് ഓഫ് നോളജ് ആയി പറയുന്നത്. കുമാരില സ്കൂൾ എന്ത് ചെയ്യുന്നു, അതിലേക്ക് നോൺ കോഗ്നീഷനും കൂടെ ഉൾപ്പെടുത്തുന്നു. പിന്നെ this school has no role in God, no space for God in this school, and this says that liberation is cessation of suffering. Liberation എന്ന് പറയുന്നത് സഫറിങ്ങിനെ ഇല്ലാതാക്കലാണ്. സഫറിങ്ങിന്റെ സെസേഷൻ ആണ് ലിബറേഷൻ എന്നാണ് ഇവരുടെ വാദം. നെക്സ്റ്റ്, വേദാന്ത. Philosophically, this school is a continuation of Vedas and begins where the Vedas ends, that is from the Upanishads. എവിടെയാണോ വേദങ്ങൾ അവസാനിക്കുന്നത് അവിടെയാണ് ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട് ഉത്ഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുകളുടെ തുടക്കത്തോട് കൂടിയിട്ട്. The other important source for Vedanta are the Bhagavad Gita and the Brahma Sutra, which had captured the essence of Upanishads. Its sutras do not yield any clear philosophical position, so that many philosophers have interpreted it in their own way. The sutras of Brahma Sutra and Bhagavad Gita, this has no philosophical position, so many philosophers have their own interpretations for these sutras. ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ വരുന്നു. അങ്ങനെ ഒരുപാട് പിന്നെ ഇന്റർപ്രിട്ടേഷൻസ് ഇതിനുണ്ട്. ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രയുമാകുന്നു ഇതിന്റെ മറ്റു സോഴ്സുകൾ വേദാന്തയുടെ. Shankara's interpretation of Advaita Vedanta is considered the most important. Vedanta believes in monism, the essential oneness of all things. വേദാന്ത ഒന്നിൽ വിശ്വസിക്കുന്നു എന്നാണ്, മോണിസത്തിൽ വിശ്വസിക്കുന്നു. ദ എസെൻഷ്യൽ വൺനെസ് ഓഫ് ഓൾ തിങ്സ്, എല്ലാം ഒന്നിലേക്ക് എത്തുന്നു. അദ്വൈത വേദാന്ത എന്ന് പറയുന്നത് അതാണ്. അദ്വൈതമില്ല, ഒന്നുള്ളൂ. അദ്വൈതം, രണ്ടെണ്ണമില്ല, ഒന്നുള്ളൂ. ഞാനും നീയും എന്നിങ്ങനെ രണ്ടെണ്ണമില്ല, നമ്മൾ രണ്ടുപേരും ചേരുന്ന ഒന്ന് സത്ത മാത്രമാണുള്ളത് എന്നുള്ളതാണ് അവരുടെ ഒരു വാദം. They do not consider the physical world to be ultimately real.
ഈ ലോകം എല്ലാം മായയാണെന്നുള്ള ഒരു സങ്കല്പമാണ് ഇതിൻ്റെത്. എല്ലാം മായയാണ്, ദൈവമല്ലാത്ത എല്ലാം മായയാണ്. ദേ ഡു നോട്ട് കൺസിഡർ ദ ഫിസിക്കൽ വേൾഡ് ടു ബി അൾട്ടിമേറ്റ്ലി റിയൽ. ഈ ലോകത്തെ റിയൽ ആയിട്ട് കാണുന്നില്ല. ദേ അക്സെപ്റ്റ് 6 മീൻസ് ഓഫ് വാലിഡ് നോളജ്. വാലിഡ് നോളജിൻ്റെ അവരുടെ മീൻസ് ഓഫ് വാലിഡ് നോളജ് എന്ന് പറയുന്നത് പെർസെപ്ഷൻ, ഇൻഫറൻസ്, കമ്പാരിസൺ, ടെസ്റ്റിമണി, പ്രിസംഷൻ ആൻഡ് നോൺ കോഗ്നിഷൻ. ഇതൊക്കെയാണ് അവരുടെ പിന്നെ അറിവ് നേടാനുള്ള മാർഗങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ പിന്നെ ഇതിൽ പ്രധാനമായിട്ടുള്ളത് ശങ്കരനാണ് വരുന്നത്. ഇത്രയാണ് നമ്മുടെ 9 വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇന്ത്യൻ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത്. ഫിലോസഫി ഓഫ് ഇന്ത്യൻ തോട്ട് എന്ന് പറയുന്നതൊക്കെ ഇതാണ്. All the schools of Indian philosophy developed simultaneously and were interrelated each other. Each had to defend itself and challenge others. The Indian word for philosophy is darshana or vision, because it helps a person to see the ultimate reality, which helps him to achieve liberation. നമുക്ക് കൺക്ലൂഷനിലായി പറയാം, ഇന്ത്യൻ വാക്ക് ഫിലോസഫി എന്നതിന് ഇന്ത്യയിൽ സംസ്കൃതത്തിൽ പറയുന്ന വാക്ക് ദർശന എന്നാണ്, വിച്ച് മീൻസ് ടു സീ. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് എ പേഴ്സൺ ടു സീ ദ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്നാണ് ഇതിൻ്റെ ഒരു അർത്ഥമായിട്ട് നമുക്ക് പറയാൻ പോകുന്നത്. ഇതൊക്കെ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ഒരു മൊഡ്യൂളിൽ പഠിക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി, താങ്ക്സ്.